അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, എങ്ങനെയാണ് ഒരു ശ്രദ്ധയും തെറ്റാതെ നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയം ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ ശ്രദ്ധ തെറ്റാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. നമ്മൾ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവന്നാൽ ഒരു ശ്രദ്ധയും തെറ്റാതെ റബ്ബായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാത്രം നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാം. കാരണം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കൃത്യമായി നിസ്കാരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല, ആ നിസ്കാരങ്ങൾ തന്നെ നല്ല ശ്രദ്ധയോടെ, നല്ല ആത്മാർത്ഥതയോടെ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും നിസ്കാരത്തിന് വേണ്ടി നാം കടന്നു വന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ശ്രദ്ധ പല രീതിയിലേക്കും തെറ്റിപ്പോകാറുണ്ട്. ഇതൊന്നും സംഭവിക്കാതെ നല്ല ആത്മാർത്ഥതയോടെ നിസ്കരിക്കാനുള്ള വഴികളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഈ പറയുന്ന 4 കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ രൂപത്തിൽ നല്ല ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, നിസ്കാരത്തിന് മുമ്പ് തന്നെ അതിൻ്റെ കൃത്യമായ ഒരു പ്രിപ്പറേഷന് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണ സഹിതം വിവരിച്ച് തരാം. നമ്മളിന്ന് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിലും ജോലി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടോ സുഹൃത്തുക്കളായിട്ടോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്മാർട്ട് ഫോണുകളൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഫോണുകളൊക്കെ മാറ്റിവെച്ച് ആ സ്മാർട്ട് ഫോണുകളിൽ നിന്നൊക്കെ പൂർണ്ണമായി നമ്മൾ മാറി നിന്ന് ഞാൻ നിസ്കരിക്കാനാണ് നിലകൊള്ളുന്നത് എന്ന ബോധ്യത്തോടെ മറ്റു എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് നിസ്കാരത്തിന് വേണ്ടി കടന്നു വരിക. അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായ ഉളൂ ചെയ്യുക. പറ്റുമെങ്കിൽ ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാം. ഇനി ഉളൂവിന് ശേഷമുള്ള ദുആ അത് നമ്മൾ കൃത്യമായി പതിവാക്കണം. ഉളൂവിന് ശേഷമുള്ള ദുആ പതിവാക്കുന്നത് നമുക്ക് ഈമാനോട് കൂടെ മരിക്കാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്യും. അതെപ്പോഴും നമ്മൾ പതിവാക്കണം. ആ ഉളൂ പൂർണ്ണമായ ഉളൂ ചെയ്ത് ഉളൂവിന് ശേഷം നമ്മൾ ദുആയും ചെയ്ത് പറ്റുമെങ്കിൽ ആ ദുആവിന് ശേഷം 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു സൂറത്ത് കൂടി നമ്മൾ ഓതുന്നത് പതിവാക്കാം. അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്ത് പറ്റുമെങ്കിൽ ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൂടി നിർവഹിക്കാം. അങ്ങനെ നിർവഹിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ നിസ്കാരങ്ങൾക്ക് വേണ്ടി കൃത്യമായ പ്രിപ്പറേഷനിലേക്ക് ഒരുങ്ങുകയാണ്. ഇനി വിഷയം മനസ്സിലാക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി വൃത്തിയായി വന്ന് ഒതുവൊക്കെ ചെയ്തിട്ടാണ് നിസ്കാരത്തിലേക്ക് വരേണ്ടത്. അതായത് ഒരു ധൃതി കൂട്ടി നിസ്കരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. ആവശ്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കാം. പിന്നെ ഉച്ച സമയമാണ്, നമുക്ക് നല്ല വിശപ്പുണ്ട്, നമ്മുടെ മുമ്പിൽ ഭക്ഷണമുണ്ട് എങ്കിൽ പറ്റുമെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ക്ലീനായി നല്ല ഫ്രഷ് മൈൻഡോടെ കൂടെ നിസ്കാരത്തിലേക്ക് വരിക എന്നുള്ളത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി പുരുഷന്മാരാണെങ്കിൽ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ബാങ്കും ഇക്കാമത്തും വിളിക്കുക, ഓരോ ഫർദ് നിസ്കാരങ്ങളുടെ തുടക്കത്തിലും. സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് വിളിക്കുക. ഇതൊക്കെ നിസ്കാരത്തിലേക്ക് വേണ്ടി നമ്മെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിസ്കാരം ആത്മാർത്ഥതയോടെ നിലനിർത്താൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്, ഏറെ പുണ്യമുള്ള കാര്യങ്ങൾ കൂടിയാണ്. ആവശ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ഒന്നാമതായി ഇങ്ങനെയുള്ള മുൻകരുതലുകൾ കൃത്യമായി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ എപ്പോഴും നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി തന്നെ നിസ്കരിക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത്തഹിയാത്തിൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തും. അങ്ങനെ ഉയർത്തുമ്പോൾ നമ്മുടെ ഈ നോട്ടം ചൂണ്ടുവിരലിലേക്കാണ് ആവേണ്ടത്. അത് ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിൽ മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉണരുന്നത് വരെ നമ്മുടെ നോട്ടം ഈ ചൂണ്ടുവിരലിലേക്ക് ആക്കണം. ഇനി അവസാനത്തെ അത്തഹിയാത്താണെങ്കിൽ ഇത് സലാം വീട്ടുന്നത് വരെ നമ്മുടെ ഈ നോട്ടം ചൂണ്ടുവിരലിലേക്കാക്കണം. ഈ സമയങ്ങളില്ലാത്ത മറ്റു എല്ലാ സമയങ്ങളിലും നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിക്കുക. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റുക്കൂകളൊക്കെ ചെയ്യുമ്പോൾ ആ റുക്കൂ ചെയ്യേണ്ട രൂപത്തിൽ തന്നെ കൃത്യമായി ചെയ്യുക. അതായത് മാക്സിമം നമ്മുടെ ഈ പിരടിയും അതേപോലെ പുറം ഭാഗമൊക്കെ സ്ട്രെയിറ്റ് ആകുന്ന രൂപത്തിലായിട്ട് നമ്മൾ റുക്കൂ ചെയ്യുക. അപ്പോൾ കൃത്യമായി എവിടെയാണോ നമ്മുടെ നോട്ടം കേന്ദ്രീകരിക്കപ്പെടേണ്ടത് ആ രൂപത്തിൽ നമ്മൾ കേന്ദ്രീകരിക്കപ്പെടാം. ആവശ്യങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്കാരത്തിലെ നോട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം,
നമുക്ക് അറിയുന്ന ദിക്റുകൾ അത് മാക്സിമം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വജ്ജഹ് തോതുക. ഈ വജ്ജഹ് തോതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വലിയ വിശാലതയുള്ള അർത്ഥമാണ്. എസ്പെഷ്യലി നിസ്കാരത്തിലുള്ള ഒരു പ്രതിജ്ഞ കൂടിയാണ് വജ്ജഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്കറിയുന്ന ദിക്റുകൾ അതേപോലെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ചൊല്ലാം. ഇനി മനസ്സിലാക്കാം, നമുക്കറിയുന്നില്ല എങ്കിൽ ആ ദിക്റുകൾക്ക് കൃത്യം ശ്രദ്ധാപൂർവ്വം നമ്മൾ ചൊല്ലാം. ഇനി നാലാമതൊരു വിഷയം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിസ്കാരത്തിന് പുറത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും, അതായത് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ജീവിതം, അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ജീവിതം, അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മളൊരു വിഷയം മനസ്സിലാക്കാം, നമ്മൾ ആവശ്യമില്ലാതെ പലതിലേക്കും കടക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ വ്യത്യസ്ത രീതിയിലേക്ക് പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ വലിയ ആഡംബരത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവനിക്കാണെങ്കിൽ അതിൻ്റെ സമ്പാദ്യങ്ങളോ മറ്റോ അവനിക്കില്ല. അങ്ങനെ ഫോർമാലിറ്റിക്ക് വേണ്ടി വ്യത്യസ്ത ആളുകളിൽ നിന്ന് കടങ്ങൾ വാങ്ങുന്നുണ്ട്. ആ കടങ്ങളെ വീട്ടാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് ഒരു പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇത്തരം വിഷയങ്ങൾ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരെയും വേദനിപ്പിക്കാതെ അനാവശ്യമായി ഒന്നും സംസാരിക്കാതെ അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. കാരണം വെച്ചാൽ ഒരാൾക്കുള്ള സ്വാധീനവും കഴിവും സമ്പത്തും പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. ഇനി അതുമാത്രമല്ല, ചില ആളുകൾക്ക് ചില വിഷയങ്ങൾ പ്രത്യേകമായ കഴിവുകളും പ്രത്യേകമായ അനുഗ്രഹങ്ങളും ഉണ്ടാവും, മറ്റു ചിലർക്ക് ആ വിഷയങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, റബ്ബായ അല്ലാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഒരു മനുഷ്യനിക്ക് അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണ്? ഒരു മനുഷ്യനെ മുസ്ലിമാക്കുക, ഇസ്ലാമിലേക്ക് ചേർക്കുക, ഈമാൻ നൽകുക. ഇതൊക്കെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നമുക്കിനി കോടാനുകോടി സമ്പത്തുകൾ ഉണ്ടായാലും ഈ അനുഗ്രഹത്തെ കവച്ചു വെക്കുന്ന ഒരനുഗ്രഹവുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാം, നമുക്ക് അള്ളാഹു ഒരു മനുഷ്യനിക്ക് നൽകാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതിൻ്റെ പിറകെയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു വലിയ അനുഗ്രഹമാണ് നൽകിയത്. ആ അനുഗ്രഹത്തെ നമ്മൾ കൃത്യമായി ഓർത്തെടുക്കുക. എന്നിട്ട് റബ്ബായ അള്ളാഹു എന്നെ ഒരിക്കലും പരാജയപ്പെടുത്തൂല, എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ ക്രമീകരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ആത്മാർത്ഥതയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, റബ്ബായ അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ല എങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നല്ല ആത്മാർത്ഥതയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു പോയി. ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യം വേറൊന്നുകൊണ്ടുമല്ല, മൊത്തത്തിൽ നമ്മുടെ ജീവിതം നല്ല രൂപത്തിൽ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്നോട് സ്വയവും അതേപോലെ നിങ്ങളോടും കൂടി ഉണർത്തിയതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിസ്കാരത്തെപ്പറ്റി, അതേപോലെ നോമ്പുകളെപ്പറ്റി, സക്കാത്തുകളെപ്പറ്റി, അതുപോലെ അത്യാവശ്യം അറിയേണ്ട ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പഠിക്കാൻ വേണ്ടി നാഫി അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. ആ നാഫി അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് സമയത്തും എവിടെ വെച്ചും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെബ്സൈറ്റ് വഴി ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ഇത് ഉപകാരപ്പെടും. ഏതായാലും നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി nafiacademy.com സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഏതായാലും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.